ഇറാൻ US സമാധാന ചർച്ചകൾ കടുത്ത പ്രതിസന്ധിയിലെന്ന് ഇറാൻ. ചർച്ചകൾ വഴിമുട്ടിയെന്നും യുദ്ധം വ്യാപിപ്പിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമനേയിയുടെ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. ഒരഭിമുഖത്തിലാണ് അമേരിക്കൻ ഇറാൻ ചർച്ച കടുത്ത പ്രതിസന്ധിയിലാണെന്നും സംഘർഷം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. ചർച്ചകൾ വഴിമുട്ടി, ഇതിന് ട്രംപ് മറുപടി പറയണം, അല്ലെങ്കിൽ കറുത്ത കാലം വരുമെന്നും ഖമനേയിയുടെ ഉപദേഷ്ടാവ് പറയുന്നു. ചർച്ചയോ ധാരണയോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ മടിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചകൾ വഴിമുട്ടാൻ കാരണം ട്രംപും അമേരിക്കയുമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമനേയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ ഈ സാഹചര്യത്തിൽ നടക്കില്ലെന്നും ഇപ്പോൾ പന്ത് ട്രംപിന്റെ കോർട്ടിലാണെന്നും മുസ്തഫ ഖമനേയിയുടെ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമനേയുമായി ഭാവിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും പുതിയൊരു കരാറിലെത്താനുമുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇരു രാജ്യങ്ങൾക്കും അനുകൂലമായ ഒരു മികച്ച കരാറിലേക്ക് കാര്യങ്ങൾ എത്താറായിട്ടുണ്ടെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഈ സാധ്യത തള്ളുകയാണ് ഇറാൻ. അതിനിടെ കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെ നടന്ന വ്യോമാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ വെള്ള നിറമുള്ളതാണെന്നും കുവൈത്തിൽ പതിച്ചത് US-RQ-170 സെന്റിനൽ ഡ്രോണിനോട് സാമ്യമുള്ള കറുപ്പ് നിറമുള്ളതാണെന്നും ഇറാൻ ആരോപിക്കുന്നു. എന്നാൽ ഈ വാദം അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട്. കുവൈത്തിനെ ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി കുവൈത്ത് ആർമിയും വ്യക്തമാക്കി. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്ന മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞതായും ആർമി ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കി. ചില പ്രദേശങ്ങളിൽ കേൾക്കുന്ന വലിയ സ്ഫോടന ശബ്ദങ്ങൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമാണെന്നും അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും ആർമി അഭ്യർത്ഥിച്ചു. ആക്രമണ ഭീഷണികളെ തുടർന്ന് രാജ്യവ്യാപകമായി മൊബൈൽ ഫോണുകളിൽ അടിയന്തര മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം പാസാക്കി ജനപ്രതിനിധി സഭ രംഗത്തുവന്നു. പ്രമേയം സെനറ്റ് കടന്ന് നിയമമാക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ച ട്രംപിന്റെ തീരുമാനത്തിനോടുള്ള കനത്ത എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. ഇറാനിൽ ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്കയുടെ സൈനിക നടപടി ശനിയാഴ്ച 100 ദിവസം തികയാനിരിക്കുകയാണ്. ഇറാനിലെ യുദ്ധത്തിന് ട്രംപ് US കോൺഗ്രസിന്റെ അനുമതി തേടിയിരുന്നില്ല. ഒരു സംഘർഷം എന്ന നിലയിലാണ് ട്രംപ് ഇറാനിലെ ആക്രമണത്തെ അവതരിപ്പിക്കുന്നത്. ഇറാനെതിരായ സൈനിക നടപടികൾക്ക് കോൺഗ്രസിന്റെ അനുമതി തേടാൻ ട്രംപിനെ നിർബന്ധമാക്കുന്ന പ്രമേയത്തിൽ ഇത് 4ാം തവണയാണ് ജനപ്രതിനിധി സഭ വോട്ട് ചെയ്യുന്നത്. അതേസമയം ആദ്യമായാണ് പ്രമേയം പാസാക്കുന്നത്. ട്രംപിന്റെ യുദ്ധാധികാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഡെമോക്രാറ്റുകൾ ഏറെക്കാലമായി തുടരുന്നുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കന്മാർ ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയിൽ പ്രമേയം പാസാക്കാറുണ്ടായിരുന്നില്ല. കോൺഗ്രസ് പിരിയുന്നതിനു മുൻപ് മെയ് 21-നായിരുന്നു പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. റിപ്പബ്ലിക്കൻ പിന്തുണയോടെ പ്രമേയം പാസാകുമെന്ന അഭ്യൂഹത്തിനിടെ ട്രംപിന്റെ അടുത്തയാളായ സ്പീക്കർ മൈക്ക് ജോൺസൺ വോട്ടെടുപ്പ് റദ്ദാക്കിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നത്. പിന്നാലെ 54 രാജ്യങ്ങൾക്ക് മേൽ അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ USTR നിർദ്ദേശം നൽകി. 12.5% തീരുവ ചുമത്താനാണ് നിർദ്ദേശിച്ചിരുന്നത്. നിർബന്ധിത തൊഴിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഇന്ത്യ, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ബ്രസീൽ, UK തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയാണ് US ഏജൻസിയുടെ നടപടി. നിർബന്ധിത തൊഴിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ അമേരിക്കയുമായി വ്യാപാര പങ്കാളിത്തമുള്ള 60 രാജ്യങ്ങൾ പരാജയപ്പെട്ടതായാണ് USTRന്റെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.